വിലപ്പെട്ട അല്പസമയത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, പ്രത്യേകാൽ മദ്യനിരോധന സമിതിയും ഫോക്കസ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ചേർന്ന് ഒരുക്കുന്ന ലഹരി വിമോചന സന്ദേശയാത്ര ഈ മൈലക്കര ഭാഗത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രത്യേകാൽ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുന്ന മദ്യം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിമിത്തം നാളെയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ടതായ തലമുറകൾ താളം തെറ്റിയ അനുഭവങ്ങളിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഏറെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ സ്കൂൾ കലാലയങ്ങളിലേക്ക് നാം പറഞ്ഞയക്കുമ്പോൾ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് ദയനീയമായ അനുഭവങ്ങളിൽ, പ്രത്യേകാൽ നമ്മുടെ കൺവെട്ടത്ത് പത്രവാർത്തകളിൽ, വാർത്താ മാധ്യമങ്ങളിൽ കൂടെ നാം പരിശോധിക്കുമ്പോൾ വളരെ വേദനാജനകമായ അനുഭവങ്ങൾ തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ ചില വർഷങ്ങൾ, ചെറിയ വർഷങ്ങൾക്ക് മുന്നോടിയായിട്ടൊക്കെ നോക്കുമ്പോൾ ജോലിക്കൊക്കെ പോയി പ്രായമുള്ള ചില ക്ഷീണം മാറ്റാനെന്ന് പറഞ്ഞുകൊണ്ട് പട്ടച്ചാരായം അടിച്ചുകൊണ്ടിരുന്ന ഒരു കാലയളവിൽ അതിൽ നിന്ന് അതെല്ലാം വ്യത്യസ്തമായി ഇന്ന് ഏറെ മാരകമായ ലഹരി പകർത്തുന്ന, ഏറെ ഭയാനകമായ ലഹരി പദാർത്ഥങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവരെ അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആദ്യം കളിക്കോ വിനോദത്തിനു വേണ്ടി ആരംഭിക്കുന്നത്, വിനോദത്തിന് വേണ്ടി ആരംഭിക്കുന്ന ആരംഭം പിന്നത്തതിൽ വളരെ വേദനാജനകമായ അനുഭവങ്ങളിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്തിനേറെ പറയാൻ, ഒരു വിവാഹ പാർട്ടി ആയാലും ബർത്ത്ഡേ പാർട്ടി ആയാലും എന്തിനേറെ നല്ലവരെ ഒരുമിച്ച് കൂടുന്ന പാർട്ടികളിലെല്ലാം മദ്യം വിളമ്പാതെ ആ സൽക്കാരങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യങ്ങളിൽ മാത്രമല്ല, നാം കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രവാർത്ത ഒക്കെ നാം പരിശോധിച്ചപ്പോൾ അറിയാം, മദ്യം വിളമ്പിയതിൽ അളവ് കുറഞ്ഞതിന് കുത്തിക്കുന്നതായും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതൊക്കെ നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഈ മയക്കുമരുന്നും ഈ മദ്യവും ഒക്കെ ആർക്കും ഒരു സന്തോഷകരമായ ജീവിതം കാഴ്ചവെച്ചിട്ടില്ല. ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിമിത്തം അപ്പനിൽ നിന്ന് മക്കളെയും, മക്കളിൽ നിന്ന് മാതാപിതാക്കളെയും, ഭർത്താവിൽ നിന്ന് ഭാര്യയും, ഭാര്യയിൽ നിന്ന് മക്കളെയും ഒക്കെ വേർതിരിച്ചല്ലെങ്കിൽ ഒരു മാറ്റി നിർത്തുവാൻ ഇടയായത്, അവരെ ഏറെ വേദനാജനകമായ അനുഭവങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ ലഹരി പദാർത്ഥങ്ങളാണ്. എന്നാൽ ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് എങ്ങനെ വിടുതൽ നേടുവാൻ കഴിയും?